ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. കുട്ടീസിൻ്റെ സ്കൂൾ ഡേ ഉള്ള ഒരു ദിവസമാണ്. രാവിലെ മഴയൊന്നും ഇല്ലാത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ മഴയെല്ലാം നനഞ്ഞു വേണ്ടി പോയി. അപ്പം അങ്ങനെ അവരെല്ലാം റെഡി ആയപ്പോഴത്തേക്കും ഞാൻ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കുകയാണ്. ചോറൊക്കെ ഇട്ടു. ഒന്ന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. കാത്തോരനും മെഴുക്കുവരട്ടിയും, കോവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചമ്മന്തിയാണുള്ളത്. എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ബസ് 8:30ക്കാണ് വരുന്നത്. കുറച്ച് ഒന്ന് അമ്പലം ജംഗ്ഷൻ വരെ ഒന്ന് നടക്കണം, അത്രേ ഉള്ളൂ. പോയ വഴിക്ക് അവരുടെ ബാക്കിയുള്ള കൂട്ടുകാരെയും കൂടെ കിട്ടി. അവർ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാവരുടെയും ബസ് ഏകദേശം 8:30 ടൈമിലാണ് വരുന്നത്. അപ്പം ബസ് വരാൻ സമയം ഉണ്ടായിട്ട് അവിടെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു ഒക്കെ നിൽക്കുവാണ്. ബസ്സൊക്കെ വന്നു, അവർ പോയി. അവരെ വിട്ടതിന് ശേഷം കുറച്ച് നേരം വീട്ടിൽ കുറച്ചല്ലാത്ത കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാത്രം കഴുകണമായിരുന്നു, തൂത്തുവാരണമായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെ വലിച്ചു നീട്ടി നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വെറുതെ ഇരുന്നപ്പം കാണാം മുറ്റത്ത് 2 മീൻചട്ടി ഇരിക്കുന്നു. എന്തായാലും മുറ്റത്ത് കളഞ്ഞതായതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് അമ്മയ്ക്ക് വേണ്ടുന്നതല്ലായിരുന്നു എന്ന്. അങ്ങനെ മേളി വീട്ടിൽ പോയി, കുടുംബത്ത് പോയി കുറച്ച് പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ചട്ടി മൊത്തത്തിൽ പെയിൻ്റൊക്കെ അടിച്ചു. അതിൽ വേറൊന്നും നടാനല്ല, ചെറിയൊരു 10 മണിയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്. അമ്മ അത്യാവശ്യം ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടേ അപ്പം അതൊന്ന് ഉണങ്ങിയായിരുന്നു, വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണങ്ങി. അപ്പോൾ അതിലേക്ക് മണ്ണൊക്കെ വെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറി പോയത്. അപ്പോൾ അവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പറക്കിയൊക്കെ ഒന്ന് വെക്കുകയൊക്കെ ചെയ്യുവാണ്. നല്ല കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് ഭാഗ്യം. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പം ഞാൻ ആ ചട്ടി എടുത്ത് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണൊക്കെ വാരിയിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കുക എവിടുന്ന് വാരിയിടണം, എവിടുന്ന് തുടങ്ങണമെന്ന്. അപ്പോൾ എന്തുമായാലും ഞാൻ മണ്ണൊക്കെ ഒന്ന് വാരിയിട്ട് റെഡിയൊക്കെ ആക്കി ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം വേണ്ട ഈ 2 ചട്ടിയിലാട്ടാട്ടെ ഞാൻ മണ്ണ് നിറച്ച് വെച്ചേക്കുന്നത്. ഇത് നട്ട എന്തിനാണെന്നറിയാമല്ലോ, 10 മണി നടാനാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ 10 മണിയില്ല, നമുക്ക് പോയി തെണ്ടണം. ഇനി അപ്പുറപ്പുറമുള്ള വീട്ടിലുകളിലൊക്കെ ഉണ്ട്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് 10 മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിലധികം ഉണ്ട് കേട്ടോ. ഇത് പിന്നെ കുറച്ച് ഒരു തണ്ട് നട്ടാലും മതിയല്ലോ, ആവശ്യത്തിനാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഓർത്തത് അമ്മര് വരാറായി. അപ്പോൾ അമ്മമാർക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സായിട്ട് വേണമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പവും ചമ്മന്തിയായിരുന്നു. അപ്പം അതിൻ്റെ മാവ് ബാക്കി ഇരുന്നത് നമുക്കന്നേരം കിണ്ണത്തപ്പം മാതിരി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. ചായയൊക്കെ ഇട്ടപ്പോഴത്തേക്കും 2 പേരും വന്നു. ആ ബായി എടുത്തുകൊണ്ട് വരുന്നവരൊക്കെ കണ്ടാൽ തോന്നും വല്ല കല്ലും മണ്ണും ഒക്കെ വാരിക്കൊണ്ട് വരുവാണ്. എന്ത് ചെയ്യാനാ, ചുമട്ട് തൊഴിലാളിയെക്കാട്ടിലും കഷ്ടമായിപ്പോയി. അടുത്ത ആളിനെ ആടിയും പാടിയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടീസിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.